പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൈസൂരിലെത്തുമ്പോൾ മോദിയെ കാണാൻ കാത്തിരിക്കുകയാണ് അരുൺ യോഗി രാജ്. പ്രധാനമന്ത്രിയെ കാണാനും ഈ മനോഹരമായ യാത്രയുടെ അനുഭവം പങ്കിടാനും ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന് അരുൺ യോഗി രാജ് പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടത്ര സമയം ലഭിക്കില്ല, എന്നാൽ എനിക്ക് എത്ര സമയം ലഭിച്ചാലും ഞാൻ നേരിട്ട് എന്നെ തന്നെ പരിചയപ്പെടുത്തുമെന്ന് അരുൺ യോഗി രാജ് പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനുള്ള ആ ഒരു ആവേശത്തിലാണ് ശില്പി അരുൺ യോഗി രാജ്. രാംലല്ലയെ ഒരുക്കിയ അതേ ശില്പി അരുൺ യോഗി രാജ് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യാനാണ് പ്രധാനമന്ത്രി ഇന്ന് മൈസൂരിൽ എത്തുന്നത്. മൈസൂരു മഹാരാജാസ് ഗ്രൗണ്ടിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി മാത്രമാണ് താൻ മൈസൂരിൽ എത്തിയതെന്നും അരുൺ യോഗി രാജ് പറയുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന NDA മണ്ഡലം സ്ഥാനാർത്ഥി യദുവീർ കൃഷ്ണദത്ത ചാമരാജവാദിയരെ ആശംസിക്കുകയും ചെയ്തു അരുൺ യോഗി രാജ്. രാജകുടുംബമാണ് മൈസൂരു ഇത്ര സുന്ദരമാകാൻ കാരണമെന്ന് അരുൺ യോഗി രാജ് പറയുന്നു. ആ കുടുംബത്തിന്റെ സംഭാവന വളരെ വലുതാണ്. ഞാൻ ഉൾപ്പെടെയുള്ള രാജകുടുംബവുമായി മൈസൂരിലെ ജനങ്ങൾ വളരെ വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ വോട്ട് ചെയ്യുകയും നമ്മുടെ മണ്ഡലത്തിലേക്ക് ശരിയായ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുകയും വേണം. കൂടാതെ പലതവണ യദുവീർജിയെ കണ്ടിട്ടുണ്ട്. പരിസ്ഥിതിയോട് താല്പര്യമുള്ളതിനാൽ മൈസൂരിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പ്രകൃതിയെ ഇഷ്ടമാണ്. മൈസൂരിന്റെ ചരിത്രവും അറിയാം. കൂടാതെ അദ്ദേഹം പൊതുജനങ്ങളുമായി സമയം ചിലവഴിക്കുന്നുണ്ട്. കഴിഞ്ഞ 9 വർഷമായി അദ്ദേഹം പൊതുസഞ്ചയത്തിലാണെന്ന് അരുണിന്റെ വാക്കുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന തീപ്പാറും പോരാട്ടത്തിന് വേദിയാകുന്ന കർണാടകയിലെ മണ്ഡലങ്ങളിൽ ഒന്നാണ് മൈസൂരു കുടക് മണ്ഡലം. BJPക്ക് വേണ്ടി ഇവിടെ നിന്ന് മത്സര രംഗത്തിറങ്ങുന്നത് മൈസൂരു കൊട്ടാരത്തിന്റെ പിന്മുറക്കാരൻ യദുവീർ കൃഷ്ണദത്ത ചാമരാജ വോഡിയാർ. കഴിഞ്ഞ ദിവസമാണ് യദുവീർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പത്രിക പ്രകാരം അദ്ദേഹത്തിന് സ്വന്തമായി വീടില്ല, കൃഷിഭൂമിയോ കരഭൂമിയോ സ്വന്തം പേരിലില്ല, കാറില്ല, ബിസിനസ് സംരംഭങ്ങളില്ല. ഭരണാധികാരിക്ക് സമർപ്പിച്ച മറ്റു വിവരങ്ങൾ പ്രകാരം 4.99 കോടി രൂപയുടെ സ്വത്തുവകകളാണ് അദ്ദേഹത്തിന് ഉള്ളത്. ഇതിൽ ഭാര്യ ത്രിഷിക കുമാരിയുടെ കൈവശം 1.04 കോടി രൂപയും തന്റെ കൈവശം 3.64 കോടി രൂപയും ഉണ്ട് എന്നാണ് യദുവീർ സമർപ്പിച്ച കണക്ക്. യദുവീറിന്റെ കൈവശം 4 കിലോഗ്രാം സ്വർണമുണ്ട്. ഇതുൾപ്പെടെ കൈവശമുള്ള ലോഹങ്ങൾ 3.39 കോടി രൂപ മതിപ്പ് വിലയുള്ളതാണ്. ഭാര്യയുടെ കൈവശം 1 കോടി രൂപ വില വരുന്ന വിവിധ ലോഹങ്ങളിലുള്ള ആഭരണങ്ങൾ ഉണ്ട് എന്നും യദുവീർ സത്യവാങ്മൂലത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അമ്മ പ്രമോദ ദേവിക്കൊപ്പം എത്തിയാണ് യദുവീർ പത്രിക സമർപ്പിച്ചത്. കോൺഗ്രസിന്റെ M ലക്ഷ്മണയാണ് യദുവീറിന് മണ്ഡലത്തിലെ എതിരാളി. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വരുണ നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശമാണ് മൈസൂരു കുടക് ലോക്സഭാ മണ്ഡലം. സിദ്ധരാമയ്യയെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം അഭിമാന പ്രശ്നമാണ്. ഒക്കലിംഗ സമുദായത്തിന് സ്വാധീനമുള്ള മേഖലയിൽ അതേ സമുദായക്കാരനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.